പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ്. അതേതാണെന്ന് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെപ്പറ്റി പഠിക്കാനും ശുപാർശകൾ നൽകാനുമായി സർക്കാർ വിവിധ കാലയളവുകളിലായി വിദ്യാഭ്യാസ കമ്മീഷനുകളെ നിയമിച്ചു. അവയുടെ വിശദാംശങ്ങൾ ചുവടെ നൽകുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണിത്. ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, അല്ലെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയാം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നൊക്കെ പറയാം. ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനാണ് കമ്മീഷൻ ഊന്നൽ നൽകിയിരുന്നതെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കമ്മീഷൻ പരാമർശങ്ങൾ നടത്തി. കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ ശുപാർശ. രണ്ടാമത്തത്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. മൂന്നാമത്തത്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപവൽക്കരിക്കുക. ഇതൊക്കെയായിരുന്നു കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ. ഇനി അടുത്ത കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. രാജ്യത്തെ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി പഠനം നടത്തി ശുപാർശ നൽകാനായി 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ നിയോഗിച്ചത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിയോഗിച്ചത്? രാജ്യത്തെ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി പഠനം നടത്തിയിട്ട് ശുപാർശ നൽകാനായിട്ടാണ് 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാറിനെ കമ്മീഷനായിട്ട് നിയോഗിച്ചത്. അതിൻ്റെ ശുപാർശകൾ ഏതൊക്കെയെന്ന് നോക്കാം. ത്രിഭാഷാ പദ്ധതി നടപ്പാക്കണം. ത്രിഭാഷാ പദ്ധതി നടപ്പാക്കുക. അടുത്തത്, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപവൽക്കരിക്കുക. അടുത്തത്, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. അധ്യാപക പരിശീലന സമിതി രൂപവൽക്കരിക്കുക. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതൊക്കെയായിരുന്നു കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ. എന്തൊക്കെയാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പാക്കുക, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപവൽക്കരിക്കുക, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപവൽക്കരിക്കുക, സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതൊക്കെയായിരുന്നു കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. അടുത്തത്, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണൻ ആണ് ഡോക്ടർ DS കോത്താരി. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി 1964 നിയോഗിക്കപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 1964 നിയോഗിക്കപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതാണ് കോത്താരി കമ്മീഷൻ. ഇനി കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക. സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കുക. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ശുപാർശകൾ. അപ്പോൾ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക, സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കമ്മീഷന്റെ ശുപാർശകൾ. വിദ്യാഭ്യാസവും ദേശീയ പുരോഗതിയും എന്ന പേരിലാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്.
വിദ്യാഭ്യാസവും ദേശീയ പുരോഗതി, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്ന പേരിലാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, NPE. ഇന്ത്യയിൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിച്ചത്. ഇന്ത്യയിൽ 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിച്ചത്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കിയത്. ഇന്ത്യയെ ഒരു നോളജ് സൂപ്പർ പവറാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന 1920 പുതിയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയത് 1917 ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയെ ഒരു നോളജ് സൂപ്പർ പവറാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയത് 2017 ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുവാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുവാനുമായി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കുക. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പാക്കിയത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ശുപാർശയിൽപ്പെട്ട ഒന്നാണ്. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുക. ഇതൊക്കെയായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. 2020 വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. അപ്പോൾ 2020 വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ നിലവിലുള്ള 10+2 ഘടന പരിഷ്കരിച്ചുകൊണ്ട് 3 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി 5+3+3+4 എന്ന ഒരു പുതിയ ബോധന അധ്യയന ഘടന 2020 വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നു. അടിസ്ഥാനപരമായ തലം, പ്രിപ്പറേറ്ററി തലം, മിഡിൽ ലെവൽ, സെക്കൻഡറി ലെവൽ എന്നിവയാണ് 2020 വിദ്യാഭ്യാസ നയത്തിലെ പുതിയ ബോധന അധ്യയന ഘടന. അപ്പോൾ അടിസ്ഥാനപരമായ തലം, പ്രിപ്പറേറ്ററി തലം, മിഡിൽ ലെവല്, സെക്കൻഡറി ലെവൽ എന്നിവയാണ് 2020 ദേശീയ വിദ്യാഭ്യാസത്തിലെ പുതിയ ബോധന അധ്യയന ഘടന. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ശൈശവ പരിചരണം. ശൈശവ പരിചരണം 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഒന്നാണ്. ഇതോടെ വിദ്യാഭ്യാസ കമ്മീഷൻ, പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളും അവയുടെ പ്രാധാന്യവും അടങ്ങിയ വീഡിയോ അവസാനിക്കുകയാണ്. നന്നായിട്ട് പരീക്ഷ എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.